കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ മധ്യേ ഞങ്ങൾ ആയിരിക്കുന്നു. അതിന്റെ മധ്യത്തിലും ഞങ്ങൾ ഭവനങ്ങളായിരിക്കുമ്പോഴും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ജീവിക്കുന്ന യേശു കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ നടത്തിപ്പും അനുഗ്രഹവും ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാക്കണമേ. ഞങ്ങളുടെ യേശു കർത്താവ് പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അകന്നവനല്ല എന്നും ഞങ്ങളോടുകൂടെ സന്നിഹിതനാണെന്നുമുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള വിശ്വാസം കർത്താവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്തിലൂടെ ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ലോകത്തിന്റെയും ആവശ്യങ്ങളുമായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യേശു കർത്താവേ, കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്ക് മഹത്വത്തിനുമായി നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. നിന്നെ പോലാ സ്തുതിക്കും. സ്തുതിച്ചോൾക, സ്തുതിച്ചോൾക, നിത്യരാജ സ്തുതിച്ചോൾക. സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, നിത്യരാജ സ്തുതി. കൃപകൾക്കായി സ്തുതിക്കാം. എന്നും ആശീർവാദിക്കുന്ന യഹോവയെ സ്തുതിക്കാം. സ്തുതിച്ചോൾക, സ്തുതിച്ചോൾക, വിശ്വസ്തതാപൂർണ്ണനായി സ്തുതി. സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, വിശ്വസ്തതാപൂർണ്ണനായി. തന്മുഖം കാണും ദൂതരെ സ്തുതിച്ചേവാൻ തുണയ്ക്കാം. സൂര്യചന്ദ്രാദി സൃഷ്ടിയെ കുമ്പിടിനവൻ മുൻപിൽ സ്തുതിച്ചോൾക, സ്തുതിച്ചോൾക, കൃപാലുവേ സ്തുതിക്കാം. സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, സ്തുതി, സ്തുതിച്ചോൾക, കൃപാലുവേ സ്തുതിക്കാം.
സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനികളിൽ മൂന്നാമത്തെ സ്തുതിലിത്താനി നമുക്ക് ഉപയോഗിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയുടെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവലോകത്തിന്റെയും പ്രത്യാശയായ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഈ മഹാമാരിയുടെ കാലത്തിൽ ഞങ്ങൾക്ക് ദൈവാലയത്തിൽ നിന്ന് കൂടുവാൻ സാധിക്കാതിരിക്കുന്ന വേളയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന യേശുവിനെ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നത്, നിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ധൈര്യവും ആശ്വാസവും ഞങ്ങൾക്ക് നന്മയും ആരോഗ്യവുമാകുന്നുവല്ലോ. അതുകൊണ്ട് പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ആരാധന കൂട്ടായ്മകളിൽ ഞങ്ങളുടെ ഭവനങ്ങൾ എഴുന്നള്ളി വരികയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയിൽ ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്തിലൂടെയും ഞങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ അതിജീവിക്കുവാൻ, ലോകജീവിതത്തിൽ ശാന്തിയും സമാധാനവും പ്രാപിക്കുവാൻ, ലോകത്തിന്റെ എടുതികൾ അതിജീവനം പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, പ്രകാരമുള്ള ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് യേശുമശിഹായുടെ നാമത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സദാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ പ്രിയ മക്കളെ, നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത അനുതാപ ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മെയും നമ്മുടെ കുറവുകളെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മുഴു ലോകത്തിന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിക്കാം. കരുണാസമ്പന്നനായ ദൈവത്തോട് കോപിക്കരുതേ, പാപങ്ങളെ ക്ഷമിക്കണമേ, കരുണയോടെ വീണ്ടെടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. രണ്ടാമത്തെ പ്രാർത്ഥന അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല.
ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ടും അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. തിരുവചന വായനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കുകയും കൂടെ വായിച്ച് ദൈവശബ്ദം മനസ്സിലാക്കുകയും ചെയ്യാം. ഇന്നത്തേക്കായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെ. ഐസയ ചാപ്റ്റർ 40 വേഴ്സസ് 25 to 31. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യ മാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് വാക്യം വിശ്വസിക്കുന്ന പ്രത്യേക സങ്കീർത്തനങ്ങൾ 51. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 51. ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബലപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും ഇരിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ,
രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. നമുക്ക് ചേർന്ന് വായിക്കാം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവ്വഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യത്തിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള ദൈവവചനം വായിച്ച് കേൾക്കുകയും കൂടെ വായിക്കുകയും ചെയ്യുവിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള ദൈവവചനം. പിന്നെ യേശു അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിനെന്ന് അവരോട് പറഞ്ഞു. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ.
തിരുവചന ധ്യാനത്തിന് ഹൃദയമൊരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ഞാൻ ചെയ്തിടുന്നതു ിടായിലും നിന്നരികിൽ വരുവാൻ ഞാൻ താമസിക്കിലും. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ലോകാന്ധകാരത്തൂടെ നീ സഞ്ചരിക്കേ, നിൻ കാൽ വഴുതിടാ നിന്റെ നിത്യപ്രകാശം ഞാൻ. വെള്ളങ്ങളിൽ കൂടെ നീ പോകുന്ന നേരത്തിൽ പ്രളയങ്ങൾ നിന്നീതേ കവിഞ്ഞൊഴുകുമ്പോൾ. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകിലും എൻ വാക്കുകൾ ഒഴിഞ്ഞു പോകാ ഒരു നാടും. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ തന്നെ കൈവിടുകയില്ല ഞാൻ ഒരിക്കലും നിന്നെ. ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുന്നിൽ. ഓരോ നിമിഷവും നിൻ ആയുസ്സിൻ കാലത്തിൽ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. ഇരുളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇരുൾ മാറ്റി ഈ പ്രപഞ്ചത്തിന് രൂപവും ഭാവിയും ഭംഗിയും ഒക്കെ നൽകുവാൻ നീ കൂടെ ഇരുന്നത് പോലെ ഞങ്ങൾ കടന്നു പോകുന്ന ഇരുൾ വഴികളിൽ, വേദനകളിൽ, അസ്വസ്ഥതകളിൽ, നിരാശകളിൽ, രോഗാതുരമായ അരക്ഷിതാവസ്ഥകളിൽ ഞങ്ങൾ നിന്നെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവിനു വേണ്ടി കാത്തിരിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ വചനം വിശ്വസിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരണമേ. നിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കാനുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ആത്മനിറവോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ധൈര്യപ്പെടുത്തണമേ, സൗഖ്യമാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ സ്നേഹമുള്ള മക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നേരുന്നു. ലോക്ക്ഡൌണിന്റെ ഭാഗമായി നമ്മൾ ഭവനങ്ങളിലായിരിക്കുന്നല്ലോ. ആരാധന മുടങ്ങാതെ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ പ്രാർത്ഥനയിലൂടെ, ദൈവാശ്രയത്തിലൂടെ, ദൈവകൃപയിലൂടെ അതിജീവിക്കാൻ നമുക്ക് ശക്തി ലഭിക്കേണ്ടതിന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ മക്കളോട് പറയുന്ന ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത്, സുവിശേഷകനായ ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 48-49 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് 40 നാൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. പലയിടത്ത് പല സമയങ്ങളിൽ പല വ്യക്തികൾക്ക് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് വെളിപ്പെട്ടു എന്നും അവരെ ശക്തീകരിച്ചുവെന്നും അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചുവെന്നും അവരുടെ അവരുടെ പിൻതിരിയലുകളെ തിരികെ വിളിച്ചു കൊണ്ടുവന്നുവെന്നും അവർക്ക് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയെന്നുമെല്ലാം നമുക്ക് അറിവുള്ളതാണല്ലോ. 500-ലധികം വ്യക്തികൾക്ക് യേശു കർത്താവ് വെളിപ്പാട് ലഭിച്ചുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തന്റെ ജനങ്ങളോടുകൂടെ നിലനിന്നു എന്ന ഒരു വലിയ ഉറപ്പ് നമുക്ക് തരുന്നു. 40 നാൾ അവൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നതിന്റെ ഒരു വലിയ ഉറപ്പ് നമുക്കവിടെ നൽകപ്പെടുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അന്ന് മാത്രമല്ല ഇന്നും
നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ കടന്നു വരിക തന്നെ ചെയ്യും. യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നൽകുന്ന ഒരു വലിയ ഉറപ്പാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു പറയുകയാണ്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധമായി യേശു കർത്താവ് പറയുന്നുണ്ട്. ആരാണ് പരിശുദ്ധാത്മാവ്? ദൈവത്തിന്റെ കാര്യസ്ഥനാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സവിശേഷമായ ചില പദപ്രയോഗങ്ങൾ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്, നമ്മെ നീതി വഴിയിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ്, ന്യായത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരു കാര്യസ്ഥനെ പോലെ നമുക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആശ്വാസപ്രദന, കംഫർട്ടറാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ആശ്വാസം ലഭിക്കുക എന്നുള്ളത്, ധൈര്യം ലഭിക്കുക എന്നുള്ളത്. ലോകമെങ്ങും മഹാമാരിയുടെ പിടിയിലായിരിക്കുമ്പോൾ, യുദ്ധസമാനമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് അല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രത്യാശയാണ് യേശു കർത്താവ് തരുന്നത്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് തരും. ഇതിൽ ഉറപ്പാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉറപ്പാണ് നമുക്ക് തരുന്നത്. അത് യേശു പറയുന്ന ഒരു ഗ്യാരണ്ടി, അത് നമ്മൾ ഫോളോ ചെയ്യണം. പരിശുദ്ധാത്മ ലഭിക്കണമെങ്കിൽ നാം കുറച്ച് കണ്ടീഷൻസ് അംഗീകരിച്ചേ പറ്റുള്ളൂ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചേ പറ്റുള്ളൂ. അതാണ് 49-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിനെന്ന് പറഞ്ഞു. നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. പരിശുദ്ധാത്മാവിൽ നൽകുന്നത് ദൈവമാണ്. ദൈവം എന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മ ദൈവം നമുക്ക് ഉയരങ്ങളിൽ നിന്നും ദൈവാനുഗ്രഹമായി ലഭിക്കുന്ന നിഗ്രഹമാണ്. അത് ശക്തി ധരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുങ്ങുകയും വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഉയർശക്തി ലഭിക്കുവോളം നഗരത്തിൽ കാത്തിരിക്കുവനെന്ന് പറഞ്ഞിട്ടാണ് ലൂക്കോസ് സുവിശേഷം അവസാനിപ്പിക്കുക. ലൂക്കോസ് തുടരുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ ലൂക്കോസ് അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. പറയുന്നത്, നിങ്ങൾ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവായ ദൈവം. ആശ്വാസപ്രദനാണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തി പകരുന്ന, ബലപ്പെടുത്തുന്ന, ദൈവത്തിന് നിരന്തരമായ, നിതാന്തമായ, ജാഗരൂകമായ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അവൻ നമ്മെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാത്തിരിക്കണം. ഒരു കാത്തിരിപ്പ് അനിവാര്യമാണ്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പഴയ നിയമ വേദഭാഗത്ത് യിശയ്യാവ് പറയുന്നത് ശ്രദ്ധിക്കുക. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യൗവനക്കാരും എല്ലാം ഇടറി വീണാലും ആരാണോ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ആരാണോ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആരാണോ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അവർ ശക്തി പ്രാപിക്കും. ഈ ബലഹീന നാളുകളിൽ നമുക്ക് ആവശ്യം ആശ്വാസമാണ്.
നമുക്ക് ആവശ്യം അല്പം ബലമാണ്, ശക്തിയാണ്. മാനസികമായും ആത്മീകമായും ശാരീരികമായും ഒക്കെ നാം ബലഹീനരാകുമ്പോൾ ബലം പ്രാപിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. അതുകൊണ്ട് നാം അവന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ മേൽ വരുമ്പോൾ നാം ശക്തരായി തീരുക തന്നെ ചെയ്യും. നാം കടന്നു പോകുന്ന ഈ പ്രയാസ നാളുകളെ നമ്മുടെ കഴിവ് കൊണ്ട് അതിജീവിക്കുക എളുപ്പമല്ല, സാധ്യവുമല്ല. നമുക്കൊക്കെ പരിമിതികളുള്ള മനുഷ്യരാകയാൽ അപരിമേയമായ ദൈവിക ശക്തിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് അത്യുത്തമം. ഒരു ഭാരതീയൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാ എന്ന് പറയുന്നത് കോസ്മിക് എനർജിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഊർജമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിലൂടെ സകല ലോകവും നവീകരിക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നത് ദൈവിക വാഗ്ദത്തമാണ്. നമുക്കും അത് പ്രാപിച്ചെടുക്കുവാൻ ഈ ലോക്ക്ഡൌൺ നാളുകളിൽ നിരാശ നമുക്കുണ്ടെങ്കിൽ പോലും, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും, അതിനെ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ദൈവാശ്രയം കൊണ്ട് അതിജീവിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവൻ ആ ദാനം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് കർത്താവിന് പ്രിയപ്പെട്ട മക്കളെ, നാം കടന്നു പോകുന്ന ഈ പ്രതിസന്ധി നാളുകളിലൊക്കെ നമുക്ക് കൂട്ടിരിക്കുവാൻ ദൈവത്തിന് നിരന്തരമായ ശക്തി, നിരന്തരമായ സാന്നിധ്യം പരിശുദ്ധാത്മാവായി നമുക്ക് നൽകപ്പെടുന്നു. അതാ ശിഷ്യന്മാർ നൽകിയതോട് തീരുന്നില്ല, മറിച്ച് അതിന് തുടർച്ച നമുക്ക് എല്ലാ കാലങ്ങളും കാണുന്നുണ്ട്. ആ തുടർച്ച എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റുപോലെ നിരന്തരമായി ചലനാത്മകമായ ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അവനെ പ്രത്യാശിക്കുന്നവർക്കും അവന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും മേൽ അവൻ വന്ന് വീശുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യമാണ്, സർവവ്യാപിത്വമാണ്. എല്ലായിടത്തുമുള്ള ദൈവസാന്നിധ്യത്തിന് ഉറപ്പാണ് പരിശുദ്ധാത്മാവ്. അവനെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ കടന്നു പോകുന്ന ഈ ലോകത്തിന്റെ പ്രയാസമുള്ള ചുറ്റുപാടുകളിൽ കർത്താവിന്റെ മക്കളെ നിരാശപ്പെട്ടു പോകാതെ ദൈവാശ്രയത്തോടുകൂടി നമുക്കും കാത്തിരിക്കാം. ദൈവശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിറങ്ങി നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമാണല്ലോ പരിശുദ്ധാത്മാവ്. ആശ്വാസപ്രദനാണ്, ഞങ്ങളുടെ കംഫർട്ടർ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണിക്കുന്നവനാണ്, ഞങ്ങളുടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ദൈവസാന്നിധ്യമാണല്ലോ. കർത്താവേ, ഈ പ്രയാസവേളകളൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന കുടുംബമായി യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം എഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി
പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഈ ദിവസത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഉയർപ്പിന് ശേഷം 6-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവാധികാരിയായ ദൈവമേ, പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന ശിഷ്യന്മാർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നീ നൽകിയല്ലോ. ഉത്കണ്ഠ നിറഞ്ഞതും അതിലോലവുമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്നെ ശുദ്ധീകരിക്കുന്ന ശക്തിയാൽ ഞങ്ങളെ തിന്മയുടെ പിടിയിൽ നിന്നും അനീതിയുടെ ലോകത്ത് നിന്നും വീണ്ടെടുക്കണമേ. അങ്ങനെ നിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രഘോഷിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്നും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ടുപാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഞാനല്ലയോ കലങ്ങുന്നതെന്ത്
കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ പ്രിയജനമേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. നമ്മുടെ ബലഹീനതകളും നമ്മുടെ പരിമിതികളും ഒക്കെ അറിയുന്ന കർത്താവിനോട് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവിക ശക്തിക്കായി നമുക്ക് അപേക്ഷിക്കാം. പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, ആശ്വസിപ്പിക്കേണ്ടതിന്, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കരുത്ത് ലഭിക്കേണ്ടതിന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ലോകം കടന്നു പോകുന്ന ആതുരാവസ്ഥകളെയും രോഗികളായി പ്രയാസപ്പെടുന്നവരെയും രോഗസൗഖ്യത്തിനായി ജോലി ചെയ്യുന്നവരെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ നീ അറിയുന്നുവല്ലോ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. നിന്റെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല എന്ന് അറിഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും നിന്റെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന കോവിഡ് മഹാമാരിയിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്നും മാനസിക വ്യഥയിൽ നിന്നുമൊക്കെ ഞങ്ങളെ വീണ്ടെടുത്ത് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മനുഷ്യകരങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഒക്കെ മേൽ വന്ന് ആവസിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ബലഹീനതകളെ പുറത്ത് നിന്റെ ദിവ്യാനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ അവകാശങ്ങളാക്കി തീർക്കണം. യേശു കർത്താവേ, നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് സ്തോത്രം. എല്ലാവരും നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. മാനസികമായും ശാരീരികമായും ആത്മീയമായും പുതുബലം പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ താങ്ങി നടത്തണമേ. ഈ ലോക ജീവിത യാത്രയിൽ ഞങ്ങൾ വീണു പോകാതിരിക്കുവാൻ വലങ്കരം പിടിച്ച് കൂടിയിരിക്കണമേ. പ്രാർത്ഥനയിലൂടെയും ദൈവാശ്രയത്തിലൂടെയും ഒക്കെ ഈ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള ആത്മീയ കൃപയും സമർപ്പണവും നാഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. അത്ഭുതങ്ങളുടെ തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരും ഏൽപ്പിക്കുന്ന കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കരുതണമേ. ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേശത്തിന്റെ മേലൊക്കെയും നിന്റെ സൗഖ്യദായകമായ ശക്തി പകരണമേ. യേശു കർത്താവേ, ലോകമെങ്ങും കടന്നു പിടിച്ചിരിക്കുന്ന ഈ മാറാവ്യാധിയിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന്, മരണകരമായ ജീവിതത്തിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത്, ഞങ്ങളെ ശക്തീകരിച്ച്, ഞങ്ങളെ വിശുദ്ധീകരിച്ച്, ഞങ്ങളെ സൗഖ്യമാക്കി ആരോഗ്യത്തോടും ക്ഷേമത്തോടും കരുതണമേ. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, രോഗികളായി പ്രയാസപ്പെടുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവരും കർത്താവ് ആശ്വസിപ്പിക്കണമേ. അവർക്ക് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും പരിചരണങ്ങളും ഒക്കെ എല്ലാവരുടെയും ആരോഗ്യത്തിന്റെ ശുശ്രൂഷകളാക്കി തീർക്കണമേ.
രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ലോകസൗഖ്യത്തിന് വേണ്ടി വ്യാപകരില്ലാതെ ജോലി ചെയ്യുന്ന ആരോഗ്യ ശുശ്രൂഷകരെ, ആരോഗ്യ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയ്ക്കുകയും അവരുടെ ശുശ്രൂഷകളൊന്നും വെറുതെയായി പോകാതിരിക്കാൻ അതൊക്കെ ഫലമണിയിക്കുകയും ചെയ്യണമേ. ആത്മാവിൻ ശക്തിയാൽ എല്ലാവരും നാഥൻ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. യേശുനാഥ, ഞങ്ങൾ കടന്നു പോകുന്ന ഈ കണ്ണുനീരിന്റെ മധ്യേ, ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രയാസങ്ങളുടെ മധ്യേ നിന്റെ വലങ്കരം പിടിച്ച് ഞങ്ങളെ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കോപിക്കരുതേ. നീ കോപിച്ച് ഞങ്ങൾ നിൽക്കുവാൻ സാധ്യമല്ലല്ലോ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഞങ്ങളോട് കരുണയുണ്ടായി ഈ പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാൻ കർത്താവ് കരുണ കാണിക്കണമേ. കർത്താവേ, മരണകരമായ ഈ ലോകാവസ്ഥകൾ ഒഴിഞ്ഞു പോകുവാൻ നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള നിന്റെ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥതകളെ കർത്താവ് സ്വീകരിച്ച എല്ലാവരും അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ലോകത്തെമ്പാടുമുള്ള നിന്റെ കുഞ്ഞുങ്ങളുടെ നിന്റെ കൃപകളെ പകരണമേ, ആശ്വസിപ്പിക്കണമേ. ഞങ്ങളൊക്കെയും ഇതിലൂടെ ദൈവികമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഞങ്ങളൊക്കെയും ക്രമീകൃതമായി ദൈവകൃപയിൽ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന് മഹത്വം തരുന്നു. മശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ നന്മകൾ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ലോകത്തെ വീണ്ടെടുത്ത കർത്താവ് യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിലവിലെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ അതുകൾ കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലാകൃതമായ ബോധം ഞങ്ങൾക്ക് തരേണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കാനും അവർ ഞങ്ങൾക്ക് ഏവർക്കും കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. നമ്മുടെ സ്തോത്രദാനങ്ങളെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് ചേർന്ന് ഒരു പാട്ടുകൂടി പാടാം. ും
നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുവിന് നൽകിയപ്പോൾ അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളുടെ ദാനങ്ങളെ ഞങ്ങളോടുകൂടെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശേഷിക്കുന്ന സകലത്തിനു മേലും കർത്താവിന്റെ കാവലും കരുതലും സമൃദ്ധിയും വാഴ്വുകളും ഉണ്ടായിരിക്കണമേ. ഒന്നും കുറഞ്ഞു പോകാനല്ലല്ലോ, നിന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഉപകാരപ്പെട്ടു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ, അനുഗ്രഹം ഉണ്ടാകുവാൻ നിന്റെ മക്കളെ കർത്താവ് സഹായിക്കണമേ. യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ദാനങ്ങളെയും ഞങ്ങളുടെ ശേഷിക്കുന്ന സകലത്തെയും ഏൽപ്പിക്കുന്നു, മശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. നമ്മെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോടുകൂടെയും നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടെയും സകല ലോകത്തിന്റെയും സൗഖ്യത്തോടും ആശ്വാസത്തോടുകൂടെയും ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക്